ഈ ഒരു സീരീസിൻ്റെ ഫൈനൽ എപ്പിസോഡ് മാത്രം മതി നിങ്ങൾക്ക് ഈ ഒരു സീരീസ് കാണാനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈം മുതലാവാൻ വേണ്ടിയിട്ട്. വേറെ ഒന്നും കൊണ്ടല്ല, അത്രയ്ക്കും അപ്രതീക്ഷിതമായിട്ടുള്ള ഡബിൾ എൻഡിംഗ് ഒക്കെ വരുന്ന തരത്തിലുള്ള ഒരു ക്ലൈമാക്സാണ് ഈ ഒരു സീരീസിൻ്റെത്. ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നിനെയും കുറിച്ചല്ല, നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്യുന്ന 6 എപ്പിസോഡുകൾ മാത്രമുള്ള ഒരു മിനി സീരീസിനെ കുറിച്ചാണ്. സീരീസിൻ്റെ പേര് ബിഹൈൻഡ് ഹെർ ഐസ്. 2022 ഈ ഒരു സീരീസ് പുറത്തിറങ്ങിയിട്ടുള്ളത്. ഇതേ പേരിൽ തന്നെയുള്ളൊരു നോവലിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഒരു സീരീസ് ഒരുക്കിയിട്ടുള്ളത്. വളരെ കുറച്ച് കഥാപാത്രങ്ങൾ മാത്രമുള്ളൊരു സീരീസാണിത്. ലൂയിസ് എന്ന് പറയുന്ന ഒരു സിംഗിൾ മദറിൻ്റെ ജീവിതത്തിലേക്ക് ഒരു ദമ്പതികൾ കടന്നു വരികയാണ്. അതിലൊന്ന് അവളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സൈക്കാട്രിസ്റ്റും മറ്റേയാൾ അയാളുടെ ഭാര്യയുമാണ്. ഇതിൽ സൈക്കാട്രിസ്റ്റുമായിട്ട് ലൂയിസ് അവിഹിത ബന്ധത്തിലും അയാളുടെ ഭാര്യയുമായിട്ട് സൗഹൃദത്തിലും ഏർപ്പെടുകയാണ്. ഈ 2 ബന്ധങ്ങളും അവളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളിലൂടെയൊക്കെയാണ് ഈ ഒരു സീരീസ് പോകുന്നത്. ഇത് ഇതിൻ്റെ ഒരു ബേസിക് പ്ലോട്ടാണ്. ഇതിൽ കൂടുതൽ തീർച്ചയായിട്ടും ഈ ഒരു സീരീസിലുണ്ട്. ഒരു ഡ്രാമ എന്നുള്ള രീതിയിൽ തുടങ്ങിയിട്ട് പതിയെ അങ്ങനെ ത്രില്ലർ ജോണറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന തരത്തിലാണ് ഈ ഒരു സീരീസ് മുന്നോട്ട് നീങ്ങുന്നത്. ഓരോ എപ്പിസോഡും ഇങ്ങനെ ക്ലിഫ് ഹാങ്ങറിൽ കൊണ്ട് നിർത്തിയിട്ട് അങ്ങനെ മുന്നോട്ട് നീങ്ങുന്ന തരത്തിലുള്ള ഒരു സീരീസ് അല്ല ഇത്. അത്തരത്തിലുള്ളൊരു സീരീസ് പ്രതീക്ഷിച്ചിട്ട് കാണാൻ നിന്നാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരും. ഇത് വളരെ പതിഞ്ഞ താളത്തിൽ, എന്നാൽ ഈ ഒരു മിസ്റ്ററി നിലനിർത്തിക്കൊണ്ട് കാര്യമായിട്ട് നമുക്ക് വലിയൊരു പിടിയൊന്നും തരാണ്ട് അങ്ങനെ മുന്നോട്ട് നീങ്ങിയിട്ട് ഒടുക്കം ഇതിൻ്റെ എൻഡിങ്ങിലെത്തുമ്പോൾ സംഗതികളൊക്കെ ഇങ്ങനെ പിടികിട്ടി വരുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, അതിനെ സുഖമെന്ന് വിളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഒരു വല്ലാത്തൊരു പ്രത്യേകതരം ഫീലിംഗ് ആണ് ആ ഒരു ക്ലൈമാക്സ് കാണുമ്പോൾ നമുക്ക് കിട്ടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാണാവുന്ന ഒരു മിനി സീരീസാണിത്. തീർച്ചയായിട്ടും ഒരു വർത്ത് വാച്ച് എന്ന് തന്നെ പറയാവുന്ന ഒരു സീരീസാണ്. സ്ലോ ബേൺ ത്രില്ലറുകളൊക്കെ താല്പര്യമുള്ളവർക്ക് ഈ ഒരു സീരീസ് വർക്കാവും. ഒരു ഇത്തിരി ക്ഷമ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് കിട്ടുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും. അതിനു വേണ്ടിയിട്ട് ഈ സീരീസ് തീർച്ചയായിട്ടും കണ്ടു നോക്കുക. ബിഹൈൻഡ് ഹെർ ഐസ് നെറ്റ്ഫ്ലിക്സിലാണ് സ്ട്രീം ചെയ്യുന്നത്.